ഇന്ത്യൻ രാഷ്ട്രീയത്തെ കറുത്ത കുതിരയാണ് RSS. ഓക്കെ, ഇത് നമ്മൾ പലപ്പോഴും അണ്ടർമൈൻ ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം കോൺഗ്രസിനാണ് ദേശീയത്ത് കുറച്ചൊരു മേൽക്കൈ, മുമ്പ് തൃണമൂലിന് കുറച്ച് പ്രാദേശികമായ കുറച്ച് മേൽക്കൈ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഏതെങ്കിലും ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നത് എനിക്ക് തോന്നുന്നു RSS ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. RSS വേണ്ടി അങ്ങനെ വരുമ്പോൾ അതൊരു തൻ പ്രാമാണിത്വത്തിലേക്കും ഒരു ഐക്കണൈസേഷനിലേക്കൊക്കെ പോകും. അത് ഭയങ്കര പ്രശ്നമാണ്. RSS ഒരിക്കലും ഒരു വ്യക്തിനെ ആളാവാൻ സമ്മതിക്കില്ല. അത് RSSനെ ഭീകര സംഘടനയെ ചിത്രീകരിക്കാൻ ചിദംബരം ഒരു പരിപാടി നടത്തി. സോണിയാഗാന്ധി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഭാഗമായി അതിന് പിന്നെ ISI ഉണ്ട്, പിന്നെ അവരൊക്കെ CIA ഒക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ജെൻസിയെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമത്തിലാണോ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും? അതെ, അങ്ങനെ വേണം കരുതാൻ. നരേന്ദ്രമോദി ജെൻസിയെ അഡ്രസ്സ് ചെയ്യുവാൻ തയ്യാറാകുവാൻ തൻ്റെ പാർട്ടി അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. മറുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ജെൻസിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ ഒക്കെ തന്നെ കേൾക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ആര് ഈ വിഷയത്തിൽ മുന്നിലെത്തും, അത് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമായിരിക്കുമോ പരിശോധിക്കുകയാണ്. നമ്മോടൊപ്പം ചേർന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ജെൻസി ഒരു ശക്തമായ ഫോഴ്സാണ്, സമ്മർദ്ദ ഗ്രൂപ്പാണ് എന്ന് CJP സമരത്തിലൂടെ നമുക്ക് ബോധ്യമായ വിഷയമാണ്. ആ തിരിച്ചറിവിലാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും? യുവതലമുറ എല്ലാ കാലഘട്ടത്തിലും ഞാൻ പറയാറുണ്ട്, അവരെപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഫോഴ്സാണ്. അവരാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലെ പാലം വെക്കുന്നത് അവരാണ്. മനസ്സിലായില്ലേ? അതെല്ലാ കാലത്തും. ജെൻസി എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് പുതിയ അത്ഭുതമൊന്നുമല്ല ഇത്. ഓക്കെ, പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു അഫയറൊക്കെ ഫീൽ ചെയ്യില്ല ബസ് യാത്രയിലൊക്കെ. അതെ, ഇനി പിള്ളേർ അതിന് സിറ്റുവേഷനിലോ ഒന്ന് പേരെടുത്തിട്ട് നമ്മൾ മുമ്പ് അനുഭവിച്ച സാധനം തന്നെയാണിത്. അതുപോലെയാണ് ഇപ്പോൾ ഓരോ പ്രത്യേകിച്ച് പേര് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഓരോരു പേര് അത്രേ ഉള്ളൂ. എല്ലാ കാലഘട്ടത്തിലും അത് ഉണ്ടായിരുന്നതാണ്. അത് രാഹുൽ ഗാന്ധി എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന ജെൻസിയുടെ ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം അവരുടെ ഒരു ഭാഷയാണ് അദ്ദേഹം സംസാരിച്ചത്. ഹീസ് മോർ കറൻറ്റ്. പ്രായം കൊണ്ട് മോഡിനെ കണ്ടും മറ്റേ നേതാക്കന്മാരെ കണ്ടും കറൻറ്റാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് ശേഷം പിന്നെ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നുള്ള BJP MP സൂര്യ, അങ്ങനെയുള്ള ചില ആളുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ പാലക്കാട് BJPയുടെ ഒരു പ്രസിഡൻ്റ് മറ്റുണ്ട്, കുറച്ച് യങ്ങായിട്ടുള്ള. കത്തിര ലെമിനേറ്റ് വന്നിട്ടില്ല എങ്കിൽ പോലും. അപ്പം രാഹുൽ ഗാന്ധി എല്ലാ കാലഘട്ടത്തിലും അവരുടെ ഓപ്സ് ആൻഡ് ആസ്പിറേഷൻസ് നോക്കി മില്ലേനിയം കിഡ്സ് ആൻഡ് ദെൻ ജെൻസി ആൻഡ് അൽഫ അവരുമായിട്ട് ഇപ്പോൾ ഉള്ള നേതാക്കന്മാരിൽ കൂടുതൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒന്ന്, രാഹുൽ ഗാന്ധി താരതമ്യേന ചെറുപ്പമാണ്, അവരുടെ അടുത്ത ജനറേഷൻ. രാഹുൽ ഗാന്ധിയുടെ സെൻസിബിലിറ്റി ഏതാണ്ട് അവരുടെ സെൻസിബിലിറ്റിയാണ്. ഈ പിള്ളേർ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ ഈ കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് മിഡിൽ ക്ലാസ് പിള്ളേരാണ്. വലിയ അല്ലല്ലോ അലട്ടെന്ന് പറയാത്തത്. രാഹുൽ ഗാന്ധി അങ്ങനെ തന്നെയാണ്. ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ബോഡി ഷേപ്പ്, 6 പാക്ക്, മാർഷൽ ആർട്സ്, അതൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട്. പിന്നെ DJ പാർട്ടി, പിന്നെ ശത്രുക്കൾ ആരോപിക്കുന്ന പോലുള്ള വേറെ ചില കാര്യങ്ങൾ. അത് നമുക്കറിയില്ലല്ലോ എന്താ. അപ്പം എന്തുകൊണ്ടും അവരുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സമയത്ത് ആദ്യം ചെയ്ത ഈ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ അദ്ദേഹം ഓൺലൈൻ രീതിയിലാക്കി മാറ്റി. കൃത്യമായ ഇലക്ഷൻ നടത്തി, അതിന് കൃത്യമായ കാർഡ് ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ രണ്ടാമത്തത് ഓൺലൈനിന് കൂടുതൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഘടനാ സംവിധാനം മോശമായതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടിയില്ല. പക്ഷേ സംഘടനാ സംവിധാനം നന്നായിട്ടുണ്ടായിരുന്ന BJP, മോഡി അത് നന്നായിട്ട് എൻകാഷ് ചെയ്തു. അല്ല, രാഹുൽ ഗാന്ധിയുടെ ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ ഗാന്ധി എത്രത്തോളം സക്സസ് ആണ് ഈ ജെൻസിയെ ഒപ്പം നിർത്തുന്നതിൽ? ഓക്കെ, അദ്ദേഹത്തിന് കുറേയേറെ ഫാക്ടേഴ്സ് ഉണ്ട് അവരെ ആകർഷിക്കാൻ പോകുന്നതായിട്ടുള്ള, പക്ഷേ എത്രത്തോളം സക്സസ്ഫുൾ ആണ് അവരെ ഒപ്പം നിർത്തുന്നത്? അല്ല, സക്സസ്ഫുൾ ആയി വിടുന്നേ ഉള്ളൂ അദ്ദേഹം. കാരണം അന്ന് അദ്ദേഹം എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. നിറച്ച അഴിമതിയൊക്കെ ഉള്ളൊരു പാർട്ടി, ഒരു ഗവൺമെൻറ്, അതിനെതിരെയുള്ള ശക്തമായ ജെൻസിയുടെ ഉൾപ്പെടെയുള്ള അന്നത്തെ മില്ലേനിയം കിഡ്സ്, അവിടെ എല്ലാം രോഷം അദ്ദേഹത്തിൻ്റെ നേരായിരുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നതിന് പലപ്പോഴും ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര നിഷ്കളങ്കനാണ് ബേസിക്കലി. അപ്പോൾ ഈ ക്ലാരിറ്റി കുറവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു വിവരക്കേടായിട്ടും ഒക്കെ ഉത്തരേന്ത്യയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ടായി. മോഡിയാണ് അപ്പുറത്തൊരു വികസന നായകൻ, ആണെടുത്തൻ, അങ്ങനൊരു മാക്രോ ഇമേജിലേക്ക് മോഡി വരികയും അത് വളരെ കൃത്യമായിട്ട് അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരാൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് വെയിറ്റ് കിട്ടിയെന്നാണ്. ഇപ്പം മോഡി 15 വർഷം ആകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അന്നത്തെ മോഡിയാണ് വേണമെങ്കിൽ രാഹുൽ, പക്ഷേ മോഡിയല്ല രാഹുൽ ഗാന്ധി. കാരണം മോഡിക്ക് എപ്പോഴും ഒരു മാക്രോ ഇമേജ് ആയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഒരു സഹതാപമാണ്. നമ്മളെ കൂടെ ഉള്ള ഒരാൾ ഒരു സഹതാപം. അതാണ് ഈ യങ് ജനറേഷൻ ജെൻസിക്ക് തോറ്റ് നമ്മുടെ കൂടെ ഉള്ള നിരന്തരം തോൽക്കാൻ ഇരിക്കുമെന്ന വായല പയ്യന്മാരെ പോലെ
ഓട്ടോബയോഗ്രഫി ഓഫ് ബില്യൻസ് ഓഫ് ബോയ്സ് എന്ന് അറിയില്ല, അതേപോലെ ഉള്ളൊരാൾ. അയാളൊരു സഹതാപവും പിന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതും. അപ്പോൾ നരേന്ദ്രമോദി 6 ഇഞ്ച് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കണ്ട് ഫീൽ ചെയ്യുന്നത്. ഇതങ്ങനെ ഇങ്ങനെ പുഷപ്പ് ചെയ്യും, പിള്ളേരായിട്ട് മാർഷൽ ആർട്സ് കളിക്കും, പിന്നെ പല ഭാഷകളറിയാം. ഇതൊക്കെ ജെൻസിയുടെ ഒരു എന്താണ് സ്ട്രോങ് പോയിൻ്റാണ്. അത് നോക്കുമ്പം രാഹുൽ ഗാന്ധി നിലവിലുള്ള സാഹചര്യത്തിൽ എമേർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ ഇപ്പോൾ എന്താണ് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു അവകാശവാദം. ഇനിയിപ്പോൾ ജെൻസി എല്ലാവരും ഗ്യാദർ ചെയ്ത് അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധിയുമായി. ഇതുവരെ പറഞ്ഞതുപോലെ തോറ്റു നിന്ന രാഹുൽ ഗാന്ധി ഈ ഒരു സ്റ്റെപ്പിലൂടെ ജയിച്ച് കയറാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം മറുവശത്ത് നിൽക്കുന്നത് നമുക്കറിയാം, ഏത് വിഷയവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൃത്യമായി പഠിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ടീം അപ്പുറത്ത് നിൽക്കുകയാണ് മോദിയുടെ കീഴിൽ. മോദിയുടെ ഇതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള വെല്ലുവിളിയെ, ചലഞ്ചിനെ നേരിടുവാൻ തക്ക ഷ്രൂഡ്നെസ് വേണം പൊളിറ്റിക്സിൽ. നമുക്ക് അതിൽ യാതൊരു തർക്കവുമില്ല. തന്ത്രങ്ങൾ വേണം, കുതന്ത്രങ്ങൾ വേണം, ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു രക്ഷകരാണ് ഞങ്ങൾ എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രാപ്തി, ആ ഒരു കഴിവ് എത്രത്തോളം ഉണ്ടെന്നാണ് കരുതുന്നത്? അതെ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് പതുക്കെ ആർജിച്ചു വരുന്നു. നൗ ഹീസ് മച്ചുവേർഡ് ആൻഡ് ബെറ്റർ ട്രെയിൻഡ് നൗ. അദ്ദേഹത്തിനൊപ്പം ഒരു ടീമും വേണം, അതും കൂടി നമ്മൾ ആ ടീമിൻ്റെ കാര്യത്തിലാണ്. ഇപ്പം കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ടീമാണ് റോജി, ഇങ്ങനെയുള്ള ടീമുണ്ട്. അപ്പോൾ അവർ കൊള്ളാം. പിന്നെ വേറെ അപ്പുറത്ത് വേണുഗോപാലൊക്കെ ഉണ്ട്. വേണുഗോപാലത്തെ കൊള്ളാമെന്ന് എനിക്കറിയില്ല ജെൻസിയുടെ. പക്ഷേ റോജീനെ പോലുള്ള രാഹുൽ, നമ്മളിപ്പോൾ JNUവിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാഹുൽ ബ്രിഗേഡെന്ന് കേരളത്തിൽ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ JNUവിലുള്ള ബ്രിഗേഡിൻ്റെ ആളായിരുന്നു റോജി. റോജി കൊള്ളാവുന്ന ആളാണ്. റോജി ഒരു അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. പക്ഷേ ഇപ്പോഴും താപ്പാനകൾ തന്നെയാണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നുള്ള ഫീലുണ്ട്. അവിടെയാണെങ്കിൽ സോണിയാഗാന്ധി അദ്ദേഹം തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. സോണിയാഗാന്ധി താപ്പാനകളെ വിടുന്നില്ല, അദ്ദേഹത്തിനാണ് പുതിയ പിള്ളേരെ വേണം. ഈ വടക്കനും ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് വിടാൻ അങ്ങനെ രാഹുൽ ഗാന്ധി പരിഗണിക്കുന്നില്ലാന്ന്. രാഹുൽ ഗാന്ധി പുതിയ സെൻസിബിലിറ്റി ആയിട്ടാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ അന്ന് അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു. ഇന്നിപ്പോൾ മോഡി എസ്റ്റാബ്ലിഷ്ഡായി, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ മോഡി ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഞാനെപ്പോഴും പറയില്ല, വലിയ കാര്യങ്ങളാണ്. പക്ഷേ മോഡിയോടൊപ്പം ജീവിച്ച നിങ്ങളെ മോനോട് ചോദിച്ചു കഴിഞ്ഞാൽ മോഡി മാമനാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിൻ്റെ അഭാവം രാഹുൽ ഗാന്ധിക്ക് ഒരു തടസ്സമാകാൻ സാധ്യതയുണ്ട്. അതൊന്ന്. രണ്ട്, അദ്ദേഹം നഷ്ടപ്പെടുത്തിയ കുറേയേറെ അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒപ്പം നിർത്താൻ പരാജയപ്പെട്ട കുറേ ശക്തരായിട്ടുള്ള നേതാക്കൾ, സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുറേയേറെ സഖ്യകക്ഷികളെ വെറുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ തന്ത്രങ്ങൾ ഓരോ സ്ഥലത്തും ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ഇത് വേണമല്ലോ. അതെ, സഖ്യകക്ഷികളെ കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഇപ്പോൾ DMK-ന് അത് അദ്ദേഹത്തിന് നല്ല മൂവായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹമായിട്ട് കൂടെ ചേർന്ന് നിൽക്കുന്നത് അദ്ദേഹത്തെ പോലെ തന്നെയുള്ള നേതാവാണ് വിജയ്. രണ്ടും നെപ്പോ കിഡ്സാണ്. രണ്ടും ഈ പറയുന്നതിൻ്റെ അവരുടെ സെൻസിറ്റിവിറ്റി രണ്ടും ഇമോഷണലാണ്. അത് നല്ല ചോയ്സെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി കോൺഗ്രസിന് ബെറ്റർ ചാൻസസ്, ഓപ്പർച്യൂണിറ്റീസ് തമിഴ്നാട്ടിൽ കിട്ടും. ഒന്നതാണ്. പിന്നെ മറ്റ് സ്ഥലങ്ങൾ, വേറെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും കോൺഗ്രസ് കൈകോർക്കാൻ തയ്യാറാണ് ഇപ്പം. അപ്പോൾ അമ്മായി ഉണ്ടല്ലോ ബംഗാളിലെ, അമ്മായി തയ്യാറാണ്. അമ്മായി അധികാരം കിട്ടിയാൽ ഭയങ്കര ഗതമായിരുന്നു, കോൺഗ്രസിനെ അടുപ്പിക്കില്ലായിരുന്നു. അപ്പം അമ്മായി പ്ലീസ് വി ആർ ഫാമിലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. അതെ, തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ കോൺഗ്രസുമായിട്ട് അടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വേറെ. പക്ഷേ അല്ല, അടുക്കുമ്പോൾ പഴയ തൃണമൂൽ അല്ലത്. അല്ല, അടുക്കുമ്പോൾ വെച്ചാൽ അത് പഴയ തൃണമൂലല്ല. ഇപ്പം കോൺഗ്രസിനാണ് ദേശീയതലത്തിൽ കുറച്ചൊരു മേൽക്കൈ. മുമ്പ് തൃണമൂലിന് കുറച്ച് പ്രാദേശികമായ കുറച്ച് മേൽക്കൈ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതിൻ്റെ നമ്മളൊരു ഫ്രണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഋതുപ്പൻ, YSFI നേതാവായിരുന്നു. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഋതുപ്പനായിരുന്നു ചേർത്. ഋതുപ്പൻ SFI ചാടി അവർ പുറത്താക്കിയാണ്, തൃണമൂലിൽ പോയി. ഇപ്പോൾ തൃണമൂലിലെ സ്പ്രിൻറ്റർ ഗ്രൂപ്പിൻ്റെ തലവനവനാണ്. അത് ശരി. മറുവശത്ത് ബീഹാറിലേക്ക് നോക്കുകയാണെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി വളരെ എനിക്കത് ഞാനത് പറഞ്ഞു, എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നെറ്റിലേക്ക് നോക്കി എന്താണോ അതപ്പോഴെ ഇപ്പം പറഞ്ഞിട്ടിപ്പോണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ ഫക്രുദ്ദീൻ അലി എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകന് ബംഗാളിൽ പോയാലും ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മൾ കുറച്ച് നേരം 2 മാസം ഓരോ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ആ സമയത്ത് ചാർജ് JNU ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം അല്ല അറിയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ബംഗാൾ അമ്മായി ക്ഷണിച്ചു. പിന്നെ മറ്റേടത്ത് യോഗി പരുവത്തിലാക്കിയിരിക്കുകയാണ് യാദവ് ഫാമിലിനെ. ബീഹാറിലും അത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ പിന്നെ ഈ താപ്പാനകളുടെ മക്കളെല്ലാം ഒരു സൈഡായിരിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് സ്വാഭാവികമായിട്ടും അവർക്ക് കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് അല്ലേ.
ഓക്കെ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ നീക്കം, BJP കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പാർട്ടി. പക്ഷേ ഇനിയുള്ള നീക്കം എനിക്ക് തോന്നുന്നു സ്വാഭാവികമായും കൂടുതൽ ജനസംഖ്യയിൽ കൂടുതലുള്ള യുവജനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. അതായിരിക്കും, അതാണ് മാറ്റം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വിജയുടെ വിജയം നോക്കിയാൽ മതി. ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചത് അണ്ണാമലയെ പോലുള്ള ആളാണെന്ന്. പക്ഷെ അന്ന് അണ്ണാമല BJP-യിലായതുകൊണ്ട് അതേ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഗുണം കിട്ടിയത് ആർക്കാണ്? വിജയ്ക്കാണ്. ഓക്കെ. അപ്പം വിജയ് അവിടെ വന്നു. അപ്പം വിജയുടെ വിജയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് അണ്ണാമലയെ എക്സ്പോസ് ചെയ്തതാണ്, നിലവിലുള്ള 2 ദ്രവീഡിയൻ പാർട്ടികളെ. വിജയ് രാഷ്ട്രീയത്തിൽ വന്ന സമയം എന്ന് വെച്ചാൽ 2 എണ്ണത്തിലുള്ള കിളവന്മാർ ചത്തതിന് ശേഷമാണ്. അതുവരെ വിജയ് വെയിറ്റ് ചെയ്തു. വിജയുടെ അച്ഛൻ, ഓക്കെ, അച്ഛനാണ് എൻ്റെ പിന്നിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ടാണ് വന്നത്. അപ്പം വിജയ്ക്ക് വോട്ട് ചെയ്ത യങ്സ്റ്റേഴ്സാണ്. വിജയ് യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അച്ഛനും അമ്മയുടെ മറ്റുള്ളവർക്ക് പൈസ മേടിച്ചോളാൻ മതി, പക്ഷേ വോട്ട് നമുക്ക് ചെയ്യണം. ഇതെന്നാ സംഭവിച്ചത്? ഓക്കെ. യങ്സ്റ്റേഴ്സ് പിള്ളേർക്ക് അങ്ങനെ ഗുണമുണ്ട്. ദിലീപ് എങ്ങനെ സൂപ്പർ സ്റ്റാർ? ഞാൻ എപ്പോഴും നിങ്ങൾ ദിലീപിൻ്റെ കഥ പറയാറില്ല. ദിലീപ് എങ്ങനെ സൂപ്പർ സ്റ്റാർ ആയത്? ദിലീപ് പിള്ളേരെയാണ് പിടിച്ചത്. ഓക്കെ. CD മൂസോല പടത്തിൽ പിള്ളേരെ പിടിക്കുക, പിള്ളേർ അച്ഛാമ്മ പടം അടങ്ങണം. അപ്പോൾ ഈ പിള്ളേരാണ് ഇപ്പോഴത്തെ വലിയ പിള്ളേർ. ആ കേസ് പെട്ടാലേ ദിലീപ് അൾട്ടിമേറ്റ് സ്റ്റാർ ആയിരുന്നു നല്ല സിനിമയിൽ. മറുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീം മോദി CJP-യുടെ സമരവും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെയും ഒരു വേക്കപ്പ് കോളായാണ് കരുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അവരും ജെൻസിയെ കാര്യമായി അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമരത്തിൽ വേഗത്തിൽ റെസ്പോണ്ട് ചെയ്തു, പരിഹാര നടപടികൾ സ്വീകരിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ അഗ്രസീവായി ജെൻസി അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ BJP-ക്ക് മോഡിക്ക് ഇതിനെ കാലം ഭരണത്തിനിടയിൽ ഒറ്റ വീഴ്ച വന്നിട്ടുള്ളൂ. അത് ഇപ്പം പ്രധാനമന്ത്രി ആയതിനു ശേഷം അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വീഴ്ച കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു. ഈ സമരം കഴിഞ്ഞിട്ട് ഇപ്പം സോഷ്യോളജീൻ്റെയൊക്കെ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറ്റമറ്റ കോൺഗ്രസ്സുകാരുടെ ഗുണമെന്ന് വെച്ചാൽ ഇത്തരം സാധനങ്ങൾ അവർ കലപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കിയിരുന്നില്ല. അത് സത്യമാണ്. അവർ ആ ബ്യൂറോക്രസീനെ കൊണ്ട് കെട്ടി വരിഞ്ഞിരുന്നു. കാരണം അന്നും ചോദ്യപേപ്പർ പക്ഷേ ഈ രീതിയിൽ അത് കണ്ടിന്യൂസ് വിഷയമായിട്ടില്ല. ഒന്നുകിൽ സിവിൽ സർവീസിന് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ കണ്ടിന്യൂസ് വിഷയം ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ എടുത്തു നോക്ക്. അത് ഉണ്ടായി ഈ ക്രെഡിബിലിറ്റി പോകും. അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുള്ള സത്യമാണ്. ഓക്കെ. ആ അബദ്ധം അത് അവർ ഇന്ത്യയിൽ തന്നെ പതുക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തേക്കാണ് ഈ CJP-ക്കാർ ഇതൊരു അവസരമായി കരുതുകയും അവർ ആ രീതിയിൽ എടുക്കുകയും അന്നപ്പോൾ പെട്ടെന്ന് അവർക്ക് ആക്ട് ചെയ്യേണ്ടതായിട്ടും വന്നു. ഇവിടെ നിങ്ങൾ പറയാത്ത ഫാക്ടർ RSS ആണ്. RSSന് BJP-നോടോ കോൺഗ്രസിനോടോ ഒന്നല്ല അവരുടെ കമ്മിറ്റ്മെൻറ്റ്. അവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒന്ന് ഹിന്ദുവിനോടും 2 ഈ രാജ്യത്തിനോടുമാണ്. അവർക്ക് മോഡിയാണ് രാഹുൽ ഗാന്ധിയാണെങ്കിൽ അവർക്ക് കണക്കാണ്. പിന്നെ അവരെ ഉപദ്രവിക്കാൻ സോണിയാഗാന്ധി ടീം തീരുമാനിച്ചപ്പോൾ അന്ന് അവർ മോഡീനെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവർ മുന്നോട്ട് വന്നത്. RSS ഈ കാര്യത്തിൽ എടുത്ത നിലപാടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. BJP അവിടെ കിടന്നു. RSS എടുത്ത നിലപാടെന്ന് വെച്ചാൽ ഞങ്ങൾ ജെൻസിക്കൊപ്പമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ജെൻസിയാണെന്നാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മോഹൻ ഭാഗവത് തോന്നുന്നത്. എല്ലാ കാലഘട്ടത്തിലും യുവത്വത്തിനെ കൂട്ടുപിടിച്ചാണ് RSS വളർന്നിട്ടുള്ളത്. അവർക്ക് എല്ലാ സ്ഥലത്തും ഓടിയത്. മോഡീൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ അദ്ദേഹം നല്ലൊരു പ്രചാരകനായിരുന്നു. അദ്ദേഹം ഗുജറാത്ത് പല സ്ഥലത്തും ഈ പാർട്ടി അടിവേരുണ്ടാക്കി ഇന്നത്തെ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരുപാട് മോഡിമാർ അവർക്ക് താഴെ തട്ടിലുണ്ട്. അപ്പോൾ അവരെ ആ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ കുട്ടികളെ കൂടെ നിർത്തി അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ള പോളിസിയാണ്. അങ്ങനെ ഒരു പോളിസി എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നത് എനിക്ക് തോന്നുന്നു RSS ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. RSS വേണ്ടി അങ്ങനെ വരുമ്പോൾ അതൊരു തൻപ്രമാണിത്വത്തിലേക്കും ഒരു ഐക്കണൈസേഷനിലേക്കൊക്കെ പോകും. അത് ഭയങ്കര പ്രശ്നമാണ്. RSS ഒരിക്കലും ഒരു വ്യക്തിനെ ആളാവാൻ സമ്മതിക്കില്ല. അതൊരു സംഘടനയെ സമ്മതിക്കില്ല. അപ്പം കേരളത്തിൽ CPM-ന് ദുരന്തം അതാണ് സംഭവിച്ചത്. ഒരു വ്യക്തിയെ ആളാകാൻ വിട്ടതാണ് പറ്റിയത്. അതുകൊണ്ടാണ് പണ്ടേ അവർ പറയുന്നത് ഒരു വ്യക്തിയെ ആളാകാൻ വിടരുത് എന്ന് പറയുന്നത്. RSS അതെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ RSS-ന് CPM-ന് അത് ഇനി വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. RSS-നെ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാനുള്ള നെറ്റ്വർക്ക് ഇപ്പോഴും അവർക്ക് വളരെ പവർഫുള്ളാണ്. അവരാണ് ഇതിൽ നിർണായകം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്ന് രാഹുൽ ഗാന്ധിക്ക് ഈ പറഞ്ഞ ജനസിയുടെ പിന്തുണ വലിയ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ RSS വാശി പിടിച്ചാൽ പിന്തുണ താക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതിന് വേണ്ടി RSS-നെ ഭീകരവാദികളാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആക്ട് ചെയ്യാൻ തുടങ്ങും. അത് പിന്നെ രാഹുൽ ഗാന്ധി കൺട്രോൾ ചെയ്യാനും പറ്റില്ല. പക്ഷേ അതിന് RSS-നെ നിങ്ങൾ വ്യത്യസ്തമായി കാണണം. പലപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരു ഫാക്ടർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കറുത്ത കുതിരയാണ് RSS. ഓക്കെ. ഇത് നമ്മൾ പലപ്പോഴും അണ്ടർമൈൻ ചെയ്യുന്നു എന്നുള്ളത്. ആ കറുത്ത കുതിരയുടെ മൈൻഡ് മോദി റീഡ് ചെയ്തോ? കാരണം വളരെ അഗ്രസീവായിട്ടുള്ള പ്ലാൻസാണ് അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ജെൻസി അഡ്രസ്സ് ചെയ്യുക, എല്ലാ സർവകലാശാലകൾ സന്ദർശിക്കുക, സർവകലാശാലയിലെ സൗകര്യങ്ങൾ, സിലബസ് തുടങ്ങിയ കാര്യങ്ങൾ, തൊഴിൽ അവസരം, കുറ്റമറ്റ രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി നേരിട്ട്. ഇപ്പോൾ ഈ തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം നേരിട്ട് ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ.
അല്ല, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു കണക്റ്റ് സൃഷ്ടിക്കും. എങ്കിൽ പോലും പ്രതിപക്ഷത്തിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ട്. എഡ്ജുണ്ട്. അതെ. അത് അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിലും വലിയ പരാജയമായിരിക്കാം, വന്നത്ത് വന്ന ഇതിലും വലിയ പരാജയമൊക്കെ ആയിരിക്കും. പക്ഷെ അന്നപ്പോൾ അവർ കിട്ടുന്ന എഡ്ജ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ്. മനസ്സിലായി. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യയിലെ യുവാക്കളുടെ എണ്ണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ യുവാക്കളുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പേരാണ്. മോദി ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും പിന്തുണക്കാരുള്ള നേതാവാണ്. 10.65 കോടി ആളുകൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. അതിൽ കുറവൊന്നും വന്നിട്ടില്ല, ശക്തമായി മുന്നോട്ട് പോകുന്നു. രണ്ടാമതുള്ളത് യോഗിയാണ്, അത് വളരെ കുറവാണ്, 1.6 crore മറ്റുമാണെന്ന് തോന്നുന്നു. അതൊക്കെ പെട്ടെന്ന് കൂടും. അതെ. അതായത് അധികാര സ്ഥാനത്തേക്ക് യോഗി വരുന്നതോടുകൂടി, കാരണം ഇവിടെ മുമ്പ് 2016 ആര് മുഖ്യമന്ത്രിയാണെന്നുള്ള ചോദ്യത്തിന് ഒന്നാമത് VS ആയിരുന്നു, രണ്ടാമത് ഉമ്മൻചാണ്ടിയായിരുന്നു, മൂന്നാമത് പിണറായി ഉള്ളായിരുന്നു. പക്ഷേ 2021 ആകുമ്പോഴേക്ക് ഒന്നാമത് പിണറായി വന്നു. അതങ്ങനെ അതിൽ പക്ഷേ അത് ബേസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതെ, ഇതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പൊതുവിൽ യുവജനങ്ങളുടെ പിന്തുണ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല. പരിശ്രമിച്ചാൽ തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളൊരു അവസ്ഥയാണോ? അല്ല, ഇത് തിരിച്ചു വരിക എന്നുള്ളൊരു പ്രശ്നമല്ല, അത് അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? പോയിട്ടൊന്നുമില്ല. പക്ഷേ ഡിസ്കണ്ടന്റ് ഉണ്ട്. രാഹുൽ ഗാന്ധി അതിൽ പതുക്കെ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ പല കാരണം, അവരുടെ പരാജയം കൊണ്ട് മാത്രമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മോഡി ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ CJP സമരം നടന്നപ്പോഴും അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടു ഇൻസ്റ്റയിലൂടെ. ആ മെസ്സേജ് പല വിധത്തിൽ പ്രതിപക്ഷം അതിനെ അപഹസിച്ചു എങ്കിൽ തന്നെയും ആ റീല് വന്നതിന് പിന്നാലെ 40 ലക്ഷം ആളുകളാണ് ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ കൂടുതലുണ്ടായത്. നിങ്ങൾ ഈ ഓൺലൈനിലുള്ള ഈ ആളുകൾ കൂടുന്നതും കുറയുന്നതും കണ്ട് ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യും. അത് ട്രെൻഡിനനുസരിച്ചിട്ട് വരുന്നതാണ്. മനസ്സിലായി? മോഡിക്കൊരു ശക്തമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസ് ഇപ്പോഴും ഇൻഡാക്റ്റ് തന്നെയാണ്. ആ ഫാൻ ബേസിലുള്ള ആളുകളും ഈ പറഞ്ഞ കുട്ടികളുടെ സമരത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു, കാരണം അത് ജെന്യൂൻ കേസായിരുന്നു എന്നുള്ളത്. പക്ഷെ അതിൽ ചില ദേശവിരുദ്ധ ശക്തികൾ നൊഴിഞ്ഞു കയറുന്നു എന്നതിനെ അവരും ആശങ്കാവുമില്ലായിരുന്നു. അപ്പം ഗവൺമെൻറ് കൃത്യമായ ആക്ഷൻ എടുത്തോട് കൂടിയിട്ട് അത് ആളുകളെ കൺസേൺ തിരിച്ചറിയപ്പെടുന്ന ഫീൽ അവർക്കുണ്ട്, ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, എല്ലാ യൂണിവേഴ്സിറ്റികളും മോഡിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലൊരു യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ കാര്യത്തൊയ്ത്താക്കുന്നത് പറഞ്ഞിട്ട് CJPക്കാർ അവിടെ പോയപ്പോൾ അടിച്ചോടിച്ചെന്ന് ഇങ്ങനെയുള്ള കേസുകൾ വരും. അപ്പോൾ ഇങ്ങനെ ചെറിയ കേസുകളോട് ശ്രദ്ധിക്കണം. ഇന്നത്തരം കേസുകൾ ഒരു SP ജില്ലയിലെ SP വിചാരിച്ചാൽ എല്ലാ SP മാരെ അലേർട്ടാക്കി കഴിഞ്ഞാൽ പരിഹരിക്കുന്ന പ്രശ്നമുള്ളൂ. ആ രീതിയിൽ ഇടപെടണം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും പറയാം, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ അപ്ലോസ് കിട്ടും. പക്ഷേ ഭരണപക്ഷത്ത് അത്ര എളുപ്പമല്ല അപ്ലോസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു CJP സമരത്തോടുകൂടി പ്രതിപക്ഷത്തിന് കോൺഫിഡൻസ് കൂടി എന്നാണ്. കോൺഫിഡൻസ് കൂടി. അന്നേരം രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഉണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള വണ്ടി ഇപ്പോഴും പോയ അംബാസിഡറാണ്. പോരാ, വണ്ടിയാണ് പ്രശ്നം. ശരിക്കും തന്ത്രങ്ങൾ ഒന്നും കേരളത്തിൽ പുതിയ KPCC പ്രസിഡന്റ് വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഇവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ്. കുറച്ച് കഴിയുമ്പോൾ ആരോപണങ്ങളൊക്കെ വന്നു തുടങ്ങും. ഇപ്പം KPCCയും കൂടി സെറ്റ് ചെയ്ത് താഴെത്തട്ട് പാർട്ടി, കോഴിക്കോട് പാർട്ടിയില്ല, കോഴിക്കോട് ഒറ്റ സീറ്റായിട്ട്, അത് കോൺഗ്രസ്സുകാർ വേണ്ടാന്ന് വിചാരിച്ചോണ്ട് 50 ആയതുകൊണ്ട് അല്ല, ആ സീറ്റും പോകുന്ന. അപ്പോൾ ഇപ്പോൾ അവർക്ക് വിചാരിച്ചാൽ പറ്റും. പക്ഷേ അവരത് ഇപ്പോഴും ചവിട്ടി കളിക്കുകയാണ്. അവിടെ വലിയ ഗ്രൂപ്പിസം പുറത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. BJPയെ പോലെ, മോദിയെ പോലെ വൻ ശക്തികളെ മുട്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കത്ത് പോരാട്ടം. രണ്ട് ഹിന്ദുക്കളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, RSSനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും മണ്ടത്തരം ഭ്രാന്ത് പറയുന്ന ആളുകൾ വിചാരിക്കും. നിങ്ങൾ RSSൻ്റെ ചരിത്രം, ഇന്ദിരാഗാന്ധി RSS തമ്മിൽ എന്തായിരുന്നു ബന്ധം? നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ തന്നെ പല ആളുകളും RSS തമ്മിൽ എന്തായിരുന്നു? അങ്ങനെ നെഹ്റു ഹാൻഡിൽ ചെയ്തു പോയത്. അവരുടെ അജണ്ട വേറെയാണ്. അവർ പ്രത്യേക സാഹചര്യത്തിലാണ് ഔട്ട് ആൻഡ് ഔട്ട് മോഡിയെ സപ്പോർട്ട് ചെയ്ത് വന്നത്. അത് RSSനെ ഭീകര സംഘടന ചിത്രീകരിക്കാൻ ചിദംബരം ഒരു പരിപാടി നടത്തി. സോണിയാഗാന്ധി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഭാഗമായി അതിന് പിന്നെ ISI ഉണ്ട്, പിന്നെ അവരൊക്കെ CIA ഒക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അവർ അങ്ങനെ ഒരു ക്യാമ്പയിൻ വന്നത്. അല്ലാതെ അവർക്ക് ഇവിടെ ആര് കഴിച്ചാൽ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ അവർക്ക് അറിയാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു കാരണം ഇവരൊന്നും തിരിച്ച് വീട്ടിൽ പോകണം എന്ന ആഗ്രഹമില്ലാത്തവരാണ് അവൻ്റെ പ്രചാരകന്മാർ. അവനെ പേടിക്കേണ്ടത്. രാജ്യത്തിന് മുൻഗണന കൊടുത്ത് പോകുന്നവരാണ്. ഹിന്ദു രാജ്യം അത്രയേ ഉള്ളവർ. നിങ്ങൾ ആ ഫാക്ടറാണ് പലപ്പോഴും കാണാം. BJP എന്ന് പറഞ്ഞാൽ നിങ്ങൾ RSSൻ്റെ ഫാക്ടറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. RSS ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതിപ്പോൾ RSS പലപ്പോഴും നിങ്ങൾക്ക് ഇതിനെ മനസ്സിലായിട്ട് അവർ ശരിയാണ്. നിങ്ങൾ സാധാരണ സംഘടന നോക്കുമ്പോൾ RSS നോക്കിയാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് RSS മനസ്സിലാക്കണം, കോൺഗ്രസിനെയും പഠിക്കണം, കത്തോലിക്ക സഭേനെയും പഠിക്കണം. ഇതിനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ RSSൻ്റെ ചില സാധനങ്ങൾ കിട്ടും. അത് ശരി, രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മാത്രം.
ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി അപ്പോൾ ഉറപ്പായിട്ടും ജെൻസിയയുടെ പിന്തുണ പൂർണ്ണമായും പിടിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ദേശീയ രാഷ്ട്രീയത്തിൽ. അത് രണ്ട് കൂട്ടരുടെ ഇടയിലുണ്ടാവും. രണ്ട് കൂട്ടരുടെ ഇടയിലുണ്ടാവും. അതിനിടയിൽ ചിലപ്പോൾ റീജിയണലായിട്ട് വിജയിനെ പോലെ ഒരുപാട് സാധനങ്ങൾ ഉയർന്നു വരാൻ സാധ്യത. തന്നെ പ്രശാന്ത് കിഷോർ അയാൾ ഇത് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. പതുക്കെ ബീഹാർ പ്രശാന്ത് കിഷോർ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ വളരെ കൃത്യമായിട്ട് ഒരു 3-4 വർഷമായിട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ബംഗാൾ ഇലക്ഷനോട് കൂടി അങ്ങനെ പരിപാടി പൂട്ടിക്കെട്ടി, ഐപാക്ക് പൂട്ടിക്കെട്ടിയിട്ട് അങ്ങനെ ഗ്രാമങ്ങളെ ഇലക്ഷനിൽ വളരെ കുറച്ച് പേരാണ് വോട്ട് ചെയ്തത്. അങ്ങനെ പൂട്ടിക്കെട്ടി പോയിട്ട് ഗ്രാമങ്ങൾ എന്നോട് ഓരോ ഗ്രാമത്തിലെ പദ്ധതികൾ ആവിഷ്കരിച്ച് അവിടെ ഗാന്ധി ചെയ്ത പോലുള്ള പരിപാടി, ഗാന്ധി നടത്തിയ ഭാരതവർഷം പോലെ അതിനേക്കാളും സ്ലോ ആയിട്ട് പതുക്കെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ന്യൂജനെ കൂടുതലായിട്ട് ഇതൊക്കെ അടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രശാന്ത് കിഷോറിനെ പോലുള്ള പ്രാദേശിക സാധനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ ആവേശഭരിതമായ മത്സരമാണ് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നത്. ജെൻസിയുടെ പിന്തുണ പിടിച്ചു പറ്റുവാനായി. പിന്തുണ ഇല്ല എന്നൊന്നും പറയുന്നില്ല മോദിക്ക്, പക്ഷേ അത് പൂർണ്ണമായും പിടിച്ചെടുക്കുക. ഒപ്പം മോഡിക്ക് തന്നെയാണ് ജെൻസിയുടെ പിന്തുണ. പക്ഷേ എതിർ സ്വരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അസംതൃപ്തി, അതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അസംതൃപ്തി, യുവജനങ്ങൾക്കിടയിൽ അസംതൃപ്തി അഡ്രസ്സ് ചെയ്യുവാൻ മോദിക്ക് സാധിച്ചാൽ പിന്നെ എതിരാളികൾ വീണ്ടും കാത്തിരിക്കേണ്ടി വരും അദ്ദേഹത്തെ താഴെ ഇറക്കാൻ. അതല്ല, രാഹുൽ ഗാന്ധിക്കൊപ്പം ജെൻസി കൂടുമാറി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു വലിയ മഹാ അത്ഭുതം സംഭവിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ശക്തമായ മത്സരം രാജ്യത്തുടനീളം നടക്കും. അത് ഓരോ സംസ്ഥാനത്തും, കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ മത്സരം കൂടുതൽ ശക്തമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പോസിറ്റീവ് ചേഞ്ച് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് കൊണ്ടുവരികയാണ് എങ്കിൽ അത് ഏറ്റവും നല്ലത്. കാരണം ജെൻസി എന്ന് പറയുന്നത് ഒരു ഹെയ്റ്റ് പൊളിറ്റിക്സ് ഇഷ്ടപ്പെടാത്തവരാണ്. ഹെയ്റ്റ് പൊളിറ്റിക്സിനെ ഹെയ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത്തരത്തിലൊരു വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ച് നന്മയുടെ വഴിയെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായും അവരുടെ പിന്തുണയുണ്ടാകും. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.